അസ്സലാമു അലൈക്കും. മലപ്പുറത്ത് തിരൂരിൽ നിന്നും വളരെ സങ്കടത്തിലായെത്തുന്ന ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി സാധിച്ചു. ഇർഫാന എന്ന് പറയുന്ന സഹോദരി അവരുടെ ഉമ്മയുടെ മരണത്തിന് ശേഷം അഗാധമായ ഒരു ദുഃഖത്തിലേക്ക് വഴുതി വീഴുകയാണ്. ഏകദേശം 4 മാസം മുന്നെയാണ് സ്വന്തം മാതാവ് മരണപ്പെടുന്നത്. എന്തിനും ഏതിനും അവസാന വാക്ക് എന്ന് പറയുന്നത് ഇർഫാനയുടെ ഉമ്മയായിരുന്നു. ആ ഉമ്മയെ ജീവന് തുല്യം ഇർഫാന സ്നേഹിക്കുകയും ചെയ്തിരുന്നു. ആ ഉമ്മയില്ലാതെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ഇർഫാനയ്ക്ക് സ്വപ്നം കാണാൻ പോലും പറ്റുകയുണ്ടായിരുന്നില്ല. എന്തിനും ഏതിനും ഒരു സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ 4 മാസം മുന്നേ ആ ഉമ്മ മരണപ്പെടുന്നു. ആ ഉമ്മയുടെ മരണത്തിന് ശേഷം ആരോടും ചിരിക്കുന്നില്ല, കളിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. ഭക്ഷണം പോലും ആവശ്യത്തിന് ഇർഫാന കഴിക്കാതെ വരികയാണ്. അങ്ങനെ അഗാധമായ ഒരു ദുഃഖത്തിലിരിക്കുന്ന സമയത്താണ് കുടുംബക്കാരെല്ലാവരും കൂട്ടിക്കൊണ്ട് ഒരു ഉംറയ്ക്ക് പോയാൽ തീർച്ചയായിട്ടും ഇതെല്ലാം ശരിയാവുമെന്ന് വിചാരിച്ച് ഇർഫാനയും കൊണ്ട് ഉംറയ്ക്ക് പോകുന്നു. ആ ഉംറയെല്ലാം നിർവഹിച്ച് ഏകദേശം 2 ആഴ്ച മുന്നേ ഇർഫാന തിരിച്ചു വരികയും ചെയ്യുന്നു. പിതാവായ ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തി നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അവർ പ്രവാസി ജീവിതത്തിലാണ്. അതുപോലെ തന്നെയാണ് ഇവരുടെ ഭർത്താവും ഒരു പ്രവാസിയാണ്. ഈ കാര്യങ്ങൾക്കെല്ലാം ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം കരപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വിദേശത്തേക്ക് തിരിച്ചു പോവുകയാണ്. വീണ്ടും ഇർഫാന ഒറ്റപ്പെടുകയാണ്. അങ്ങനെ ഇർഫാന അവസാനം ചെയ്തത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏവർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ്. അവസാനം ഭർത്താവിൻ്റെ പിതാവ് പള്ളിയിൽ നിസ്കാരത്തിന് പോയ സമയത്ത് ഈ ഇർഫാനെയും 1.5 വയസ്സുള്ള അമൽ മാലിക് എന്ന് പറയുന്ന മകനെയും കാണാതെ പോവുകയാണ്. അതിനുശേഷം കുടുംബക്കാരും അതുപോലെ തന്നെ വീട്ടുകാരും അതുപോലെ നാട്ടുകാരും എല്ലാം ചേർന്ന് തിരയുകയാണ്. ഇർഫാനെയും കാണുന്നില്ല. അതുപോലെ തന്നെ അമൽ മാലിക് എന്ന് പറയുന്ന 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ആ പിഞ്ചു മകനെയും എവിടെയും കാണുന്നില്ല. തിരഞ്ഞ് അവസാനം അവർ എത്തിപ്പെട്ടത് വീട്ടുമുറ്റത്തുള്ള ഒരു കിണറിൻ്റെ അടുത്താണ്. അവർ വെള്ളം കുടിക്കുന്ന അവരുടെ സ്വന്തം കിണറിൻ്റെ വല കുറച്ച് നീങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടാണ് അവർ ആ കിണറ്റിലേക്ക് നോക്കിയത്. സമയത്ത് 2 പേരും ആ കിണറ്റിൽ മരിച്ചു കിടക്കുന്ന ദാരുണമായ ഒരു സംഭവമാണ് ആ നാട്ടുകാർക്കും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ പിതാവായ ഇബ്രാഹിം എന്ന് പറയുന്ന മനുഷ്യനും കാണാൻ വേണ്ടി സാധിച്ചത്. എന്താണ് ഈ മരണകാരണമെന്ന് തീർച്ചയായിട്ടും ഇതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ എന്ന് തന്നെയാണ് നാട്ടുകാരും അതുപോലെ തന്നെ വീട്ടുകാരും അതുപോലെ സ്വന്തം ഭർത്താവും എല്ലാം ചിന്തിച്ചത്. പക്ഷേ ഇതിൻ്റെ കാരണം കേട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. സ്വന്തം മാതാവിൻ്റെ മരണത്തിൽ നിന്നും ഞാൻ പറഞ്ഞതുപോലെ അതിൽ നിന്ന് തിരിച്ച് കരകയറി വരാൻ വേണ്ടിയിട്ട് ഇർഫാന എന്ന് പറയുന്ന സഹോദരിക്ക് ഒരിക്കലും സാധിച്ചിരുന്നില്ല. പക്ഷേ മരണം എന്ന് പറയുന്നത് ഒരിക്കലും, പ്രത്യേകിച്ച് ആത്മഹത്യ എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഏറ്റവും വലിയ ഒരു തെറ്റാണ്, മാപ്പർഹിക്കാത്ത ഒരു കുറ്റമാണ് എന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെ ജീവൻ എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ മതമോ നമ്മുടെ പടച്ചവനോ ഒരിക്കലും വകവെച്ച് തന്നിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യാൻ വേണ്ടി പാടില്ല. തീർച്ചയായിട്ടും ആ സഹോദരി എന്ത് സാഹചര്യത്തിലാണ് അത് ചെയ്തത് നമുക്കറിയില്ല. തീർച്ചയായിട്ടും അവരുടെ ഖബർ പടച്ചവൻ വിശാലമാക്കി കൊടുക്കട്ടെ, അവർക്ക് റഹ്മത്തും മഹ്ഫിറത്തും എല്ലാം ഖബറിൽ എത്തിച്ചു കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ദുആ ചെയ്യാനുള്ളൂ. അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. പക്ഷേ ഒരിക്കലും ഞാൻ പറഞ്ഞതുപോലെ ഇത്തരത്തിൽപ്പെട്ട ഒരു പ്രവൃത്തിയിലേക്ക് ആരും നീങ്ങാൻ വേണ്ടി പാടില്ല. നമുക്ക് ആ വാർത്ത ഒന്ന് കാണാം. സന്ധ്യയോടുകൂടിയാണ് ഈ സംഭവം. അതായത് ഇർഫാനെയും അമൻ മാലിക്കിനെയും എഴൂരിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നേരത്തെ ഇവരുടെ ഭർത്തൃപിതാവ് വീട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം പള്ളിയിലേക്ക് പോയി. ആ സമയത്ത് അയൽവാസി വന്ന് ഇർഫാനെ വിളിച്ചെങ്കിലും വീട്ടിൽ കണ്ടിരുന്നില്ല. തുടർന്ന് പിന്നീട് ഈ പിതാവ് കൂടി അവിടെ നിന്നും എത്തിയതിനു ശേഷം നടത്തിയ തെരച്ചിലാണ് ഈ സമീപത്തുള്ള കിണറ്റിലെ ഈ മുകളിലുള്ള വല നീങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടത്. തുറന്ന കെട്ടിൽ പരിശോധിച്ചപ്പോഴാണ് ഇരുവരുടെയും മൃതദേഹം കിണറ്റിൽ കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിക്കായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് ഇർഫാനയുടെയും അമൻ മാലിക്കിന്റെയും മൃതദേഹം പുറത്തെടുത്ത് തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇപ്പോൾ ജില്ലാ ആശുപത്രി മോർച്ചറിലാണ് മൃതദേഹം ഉള്ളത്. അല്പസമയത്ത് തന്നെ പോസ്റ്റ്മോർട്ടം നടക്കുകയും ചെയ്യും. ഇതിലും സംഭവം ഇരുവരും അതായത് കുഞ്ഞുമായി ഇർഫാന കിണറ്റിലേക്ക് ചാടുകയായിരുന്നു എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. ജീവനൊടുക്കുകയായിരുന്നു എന്നുള്ള കാര്യവും പോലീസ് ഇപ്പോൾ പറയുന്നുണ്ട്. ഇർഫാനയുടെ ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇർഫാനയുടെ അമ്മ 4 മാസം മുമ്പ് മരിച്ചിരുന്നു. ഇതിൽ കടുത്ത മനോവിഷമത്തിലായിരുന്നു ഇർഫാന എന്നുള്ള കാര്യമാണ് ഏതായാലും പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. ഇത്തരത്തിൽപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 1.5 വയസ്സുള്ള അമൽ മാലിക് എന്ന് പറയുന്ന ആ പിഞ്ചു മകനെയെങ്കിലും ഒഴിവാക്കാമായിരുന്നു എന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ താഴെ തന്നെ കമൻ്റ് എഴുതിയത്. കാരണം അത്രയ്ക്കും ഒരു തെറ്റും അറിയാതെ ആ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പിഞ്ചു മകനാണ്. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാൻ എടുത്ത തീരുമാനം പോലെ തന്നെ ഈ ലോകത്ത് ജനിക്കാനും ജീവിക്കാനും ഇവിടുത്തെ സുഖങ്ങളെല്ലാം അനുഭവിക്കാനുമുള്ള എല്ലാ അവകാശവും ആ അമൽ മാലിക് എന്ന് പറയുന്ന പിഞ്ചു മകനും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് ഈ വീഡിയോ കാണുന്ന എല്ലാ സഹോദരന്മാരും ഒന്ന് കാണണം. ഞാൻ നിങ്ങളോട് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിൽപ്പെട്ട ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് വീണു പോകുന്ന നമ്മുടെ സഹോദരിമാർ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആവട്ടെ, ഇനി നിങ്ങൾ വേണ്ടപ്പെട്ട കുടുംബക്കാരില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഭർത്താവില്ല, നിങ്ങൾ വാപ്പയില്ല എങ്കിൽ നിങ്ങൾ അയൽവാസിയാകട്ടെ, നിങ്ങളെ സുഹൃത്താകട്ടെ, നിങ്ങളെ നാട്ടുകാരനാവട്ടെ,
അത് തോമസ് ആയാലും റഫീഖ് ആയാലും ഇനി ക്രിസ്ത്യൻ ആയാലും ആരായാലും അവരോട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് ശേഷം നിങ്ങളൊരു ഡോക്ടറെ കണ്ട് ഒരു കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ 1, 2, 3 സിറ്റിങ്ങും അതുപോലെ അതിൻ്റെ ചികിത്സയും കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഏകാന്തവാസത്തിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് പുറത്തു വരാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്കൊന്ന് പൊട്ടിക്കരഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സമാധാനം കിട്ടും. അത് കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത്തരത്തിൽപ്പെട്ട ഒരു യാത്ര തിരഞ്ഞെടുത്തത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു സഹോദരിയോ സഹോദരനോ ഇത്തരത്തിൽപ്പെട്ട ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും ഈ ഒരു യുഗത്തിൽ ഇതിനെല്ലാം ചികിത്സയുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ നമുക്ക് മരണപ്പെട്ടു പോകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചിലപ്പോൾ ഞാൻ പറയുന്ന ഞാനും മരണപ്പെട്ടു പോകും. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. അതിൽ നിന്നൊക്കെ നമ്മൾ പൊരുത്തപ്പെട്ട് വീണ്ടും മുന്നോട്ട് ജീവിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ദൗത്യം. തീർച്ചയായിട്ടും അത് നമ്മൾ പൂർത്തീകരിക്കുക തന്നെ വേണം. അതിന് പാതി വഴിയിൽ ഈ യാത്ര അവസാനിപ്പിക്കാൻ നിങ്ങൾ ആരും അത്തരത്തിൽപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് പോകാൻ പടച്ചിറപ്പ് നമുക്ക് അനുവാദം തന്നിട്ടില്ല. ഒരിക്കലും നമ്മളെ വഴി തിരഞ്ഞെടുക്കാനും പാടില്ല. ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും പ്രശ്നങ്ങളുള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തുള്ള ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി അവരുടെ കാര്യങ്ങൾ അവർ കേട്ടതിന് ശേഷം 1, 2, 3 സിറ്റിങ്ങോട് കൂടി തന്നെ തീർച്ചയായിട്ടും അവരുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും എല്ലാം മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽപ്പെട്ട ഒരു പ്രവൃത്തിയിലേക്ക് പോകാത്തതിൻ്റെ അനന്തരഫലമാണ് ഈ ഇർഫാന എന്ന് പറയുന്ന സഹോദരിയും അതുപോലെ തന്നെ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള അമൽ മാലിക് എന്ന് പറയുന്ന ഒരു പിഞ്ചു മകനെയും നമുക്ക് ഇന്ന് നഷ്ടമായിരിക്കുകയാണ്. ആ കുടുംബം തീർച്ചയായിട്ടും അഗാധമായ ദുഃഖത്തിലേക്ക് വീണിരിക്കുകയാണ്. ഇനി അതിൽ നിന്നൊരു കരകയറി വരിക എന്ന് പറയുന്നത് ഒരിക്കലും ആ കുടുംബത്തിന് സാധിക്കാത്തൊരു കാര്യമാണ്. അത്തരത്തിൽപ്പെട്ട ഒരു ദുനിയാവാക്കി മാറ്റാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങൾ വിശ്വസിക്കുന്ന ആരുടെയെങ്കിലും ഒരാളുടെ അടുത്തെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പറയുക. അനുശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.